യിരെമ്യാ പ്രവചനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഈ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന 3 പ്രധാനപ്പെട്ട ചിന്തകളുണ്ട്. ഒന്ന്, ന്യായപ്രമാണം കേൾക്കുക. കേൾക്കാത്തവനാണ് ശപിക്കപ്പെട്ടത്. ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നാം മനസ്സ് വെക്കണം. ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ ധാരാളം അവസരങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കണം. 2, കേൾക്കുക മാത്രം പോരാ, അത് അനുസരിക്കണം. എന്ത് കേൾക്കുന്നു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം പരമാവധി ശ്രമിക്കണം. അങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നാം ഭാഗ്യമുള്ളവരാണ്. അത് മാത്രവുമല്ല, അതിൽ നടന്നുകൊണ്ടേയിരിക്കണം, അതിൽ തുടരണം. അതിൽ തുടരാതിരുന്നാൽ നാം ശപിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പ്രമാണിച്ച് അതിൽ അനുസരിക്കാതിരിക്കുന്ന നാം ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആകയാൽ നമുക്ക് ഒരു പുതിയ ചിന്താഗതി രൂപപ്പെടുത്താം.